നിന്റെ എന്തൊരു മോന്തയാ, നിന്റെ കാണാൻ കൊള്ളാവോ മോന്ത? ഇത് എന്ത് മോന്തയാടാ, എന്തു പണി വെച്ചേക്കുന്നത്? എണീറ്റ് പോകും നീയെ. നിന്റെ മുഖം തന്നെ കണ്ടിട്ട് എനിക്ക് ബോറടിക്കുന്നു. അനീഷ് എന്തൊരു മോന്തയത്? പൊക്കോ, എണീറ്റ് ഓടിക്കോ. നിനക്ക് ഇവിടുന്ന് പോകാൻ വയ്യാങ്കിൽ ഞാൻ നിന്നെ ഡിലീറ്റ് ചെയ്യാം, ബാൻ ചെയ്ത്. கடவுளே, ஒரு 8 கோடி இல்லனா 10 கோடி கொடுங்க கடவுளே. நான் மேல வந்ததும் திருப்பி கொடுத்துறேன். காசு ரெடியா இருக்கு, மேல வந்து வாங்கிக்கோ. ஹலோ, லேப்டாப்ல வைஃபை எப்படி கனெக்ட் பண்றது? லேப்டாப்ல செட்டிங்ஸ் போயிட்டேன். மேல என்ன இருக்கு? மேல ஃபேன் இருக்கு. ஒரு கயிறை கட்டி என்ன பண்ணு, தொங்கு. சொல்லுமா. காய்ச்சல் பரவாயில்லையாப்பா? இப்ப கொஞ்சம் பரவாயில்லம்மா. தலைவலி இப்ப எப்படி இருக்கு? அது இங்கதான் இருக்கு. என்னது? இல்ல, சத்யா எங்கன்னு கேட்டாங்க. ஓ, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, 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 കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഈ നാട് അല്പം പെശക. ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കുട്ടുമക്കുട്ടു സുപടിദാന കുട്ടുമക്കുട്ടു കുട്ടുമക്കുട്ടു സുപടിദാന കുട്ടുമക്കുട്ടു. ഇവിടെ കറണ്ട് പോയിട്ട് എത്ര ദിവസമായെന്നറിയോ? നിങ്ങൾ നോക്കിക്കത്. ഇവിടെ അത് നമ്മുടെ ആരുടെയും കുഴപ്പമില്ല. പിന്നെ ബംഗാൾ ഉൾക്കൊള്ള കാളിയമർദ്ദനം ന്യൂനമർദ്ദം കയറി കിടന്ന് കളിക്കുക. അതിലുണ്ടാകുന്ന മഴ കൊണ്ടാണ് നമുക്ക് കറണ്ടില്ലാത്തത്. അങ്ങനെ മഴ പെയ്യുമ്പോ വെള്ളം ഉണ്ടാവൂലേ ചെയ്യണത്? കറണ്ട് ഉണ്ടാവൂലേ ചെയ്യണത്? അതിനാ വെള്ളത്തിൽ നിന്നല്ലേ കറണ്ട് ഉണ്ടാവണത്? ഓ, ശാസ്ത്രജ്ഞൻ മൈക്കൽ ഫാരഡേ. എടാ, എല്ലാ വെള്ളത്തിലും കറണ്ട് ഇല്ല. പിന്നെ എല്ലാ വെള്ളത്തിലും കറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ കുളിക്കുമ്പോഴും നമ്മൾ കണ്ണടിക്കത്തില്ലേ? അത് കറക്റ്റാണ്. ഈ ഡാമിൽ കിടക്കുന്ന വെള്ളത്തിൽ മാത്രമേ കറണ്ടുള്ളൂ. ആണോ? പിന്നെ അത് പറ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതെ, ഈ ഡാമിലെ വെള്ളം നമ്മൾ തുറന്നു വിടുമ്പോ കറണ്ട് അടിക്കൂലേ? അതെ. ഓ, കുഞ്ഞിന് ബാംഗ്ലൂരിൽ പോയി പഠിക്കണമെന്ന്. ബാംഗ്ലൂരിൽ പോയി പഠിക്കണമെന്ന്. കേരളത്തിലെല്ലാം ഊരി പഠിച്ചിട്ടും ബാംഗ്ലൂരിൽ പോവാ പഠിക്കാനവൻ. അതല്ല, എന്തോ പഠിക്കാനാണോ പോകുന്നത്? എയറോനോട്ടിക്. എന്തോ എറിഞ്ഞു പൊട്ടിക്കാനാ. ഈ നാട്ടിലെ മൊത്തം ഓടാൻ എറിഞ്ഞു പൊട്ടിച്ച് അതിന്റെ പൈസ ഞാൻ കൊടുത്തോണ്ടിരിക്കുക. ബാംഗ്ലൂരിൽ പോയി എറിഞ്ഞു പൊട്ടിക്കാനോ? എയറോനോട്ടിക്കൽ എഞ്ചിനീയർ, ഏവിയേഷൻ വിമാനം ഉണ്ടാക്കുന്നു. ഏവിയേഷൻ അവിടെ പോയി വായി നോക്കി ഇന്നാലേ പഠിപ്പിക്കുന്ന സാറുമാർ നിന്റെ നാവിഗേഷൻ കലക്കും കേട്ടോ. അവർ ഏവിയേഷൻ ഉണ്ടാക്കാൻ പോയേക്കുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വീട്ടിലെ അവസ്ഥ നീ മനസ്സിലാക്ക. ഇതൊക്കെ പഠിക്കാനുള്ള പൈസ ഈ വീട്ടിലുണ്ടോ? ലോൺ എടുത്ത് തരണം. ലോൺ എടുത്ത് കൊടുക്കണോ? നീ ചെറുക്കൻ ലോൺ എടുത്ത് അവൻ അടയ്ക്കും. നീ അടയ്ക്കൂടാ ലോൺ? ഞാൻ അടയ്ക്കും. അവൻ കോട്ടോ വിട്ടാ ഞാൻ അടച്ചു കൊടുക്കണം അവന്റെ വായ. എന്നിട്ട് അവൻ ലോൺ അടയ്ക്കുമ്പോൾ കൂടുതൽ സംസാരിക്കരുത്. അല്ലല്ലോ ദിവസം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ അമ്മാമ്മ മരിച്ചു കിടന്നപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നോ ഒരു വെള്ള ഉടുപ്പ് മേടിച്ചോണ്ട് വരണോ? അമ്മാമ്മക്കിടാൻ വേണ്ടി. അപ്പൊ നീ എന്തുവാ മേടിച്ചോണ്ട് വന്നേ? പട്ടുപാവാടയും ബ്ലൗസും. നിനക്ക് എന്നാടാ പ്രാന്തോ? പട്ടുപാവാടയ്ക്കും ബ്ലൗസിന് ഓഫർ ഉണ്ടായിരുന്നു. സോഫ സെറ്റ് ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്കാ. കുഷ്യൻ തന്നെ വേണം, കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയാ പോലെ. തമാശകള കൂട്ട്. 25,000. ബ്രിഡ്ജ്. പാലോ അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോരെ? അതല്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9,000. ടി വി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ? ഓരോ കളർ തന്നെ വേണം. 10-20 അടി നീളം വേണം. 10-20 അടി നീളോ? ഇഞ്ചായിരിക്കും. ഇഞ്ചെങ്കിൽ ഇഞ്ച്. ഒയറില്ലാത്ത ഫോൺ അതൊരെണ്ണം മതി. മൊബൈൽ. മൊബൈല് ഒയറില്ലാത്തോണ്ട് വില കുറവായിരിക്കും. ഇനി അയ്യോ, ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. താൽക്കാലം